ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വലിയ രീതിയിൽ വൈറലാവുകയാണ്. ഒരു വാർത്ത വായിക്കുന്നത് പോലെ ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ള പേരിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ നിമിഷങ്ങൾക്കുള്ളിലാണ് ലോകമെമ്പാടും വലിയ രീതിയിൽ വൈറലായി മാറിയത്. ടോക്കിയോയിൽ നിന്നും അമേരിക്കയിലെ JFK, അതായത് ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഒരു സ്ത്രീ എത്തുകയാണ്. ആ സമയത്ത് അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ പാസ്പോർട്ട് പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ കൈവശം ഉണ്ടായിരുന്നത് എവിടെയും കേട്ടുകേൾവിയില്ലാത്ത ടൊറൻസ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ടായിരുന്നു. അതുമാത്രമല്ല, സാധാരണ മറ്റു പാസ്പോർട്ടുകളിൽ ഉള്ളതുപോലെ തന്നെ ബയോമെട്രിക് ചിപ്പുകളും ഹോളോഗ്രാമുകളും തുടങ്ങിയ എല്ലാ സങ്കീർണമായ വിശദാംശങ്ങളും ഈ സ്ത്രീയുടെ പക്കലുണ്ടായിരുന്ന പാസ്പോർട്ടിലും ഉണ്ടായിരുന്നു. മാത്രമല്ല, അതോടൊപ്പം ആ സ്ത്രീയുടെ പാസ്പോർട്ടിൽ നിരവധി രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ആ രാജ്യങ്ങളൊന്നും നിലവിലില്ലാത്ത രാജ്യങ്ങളാണ്. അതുകണ്ട് അമ്പരന്ന് നിൽക്കുന്ന ആ ഉദ്യോഗസ്ഥരോട് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, ഇതേത് രാജ്യമാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തിരിച്ചവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇത് അമേരിക്കയാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പരിഭ്രമിച്ച് പേടിച്ചു നിൽക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കും. പിന്നീട് അതിനുശേഷം അവിടെയുള്ള ഉദ്യോഗസ്ഥർ അവരെ മറ്റുള്ളവരുമായി ഫോൺ വഴി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കാതെ വരികയാണ്. പിന്നീട് അതിൽ സംശയം തോന്നിയ അവിടെയുള്ള ആ ഒരു ഉദ്യോഗസ്ഥർ ആ സ്ത്രീയെ CCTV ക്യാമറകൾ സ്ഥാപിച്ച മറ്റൊരു മുറിയിലേക്ക് മാറ്റുന്നു. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ മുറിയിലുണ്ടായിരുന്ന ആ സ്ത്രീയും അതോടൊപ്പം ആ സ്ത്രീയുടെ കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ടുകളും മറ്റു രേഖകളും അടങ്ങുന്ന എല്ലാം അപ്രത്യക്ഷമായി പോയി എന്നുള്ളതാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ ഈ പ്രചരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ പറയപ്പെടുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് പൂർണ്ണമായും AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു വീഡിയോ അല്ല. 2024 അമേരിക്കയിലെ വിമാനത്താവളത്തിൽ സംഭവിച്ച നടന്ന ഒരു യാഥാർത്ഥ സംഭവത്തിന്റെ അതിലെ കുറച്ചു ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വീഡിയോകൾ മിക്സ് ചെയ്തത്. അതിലൂടെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ നല്ലതുപോലെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോയിലെ ചില ഭാഗങ്ങൾ അത് ഒറിജിനലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ അതൊരു AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയിലെ വോയിസും അങ്ങനെ തന്നെയാണ്. അതിൽ ചില വോയിസുകൾ ഒറിജിനൽ വോയിസ് ആണ്. എന്നാൽ അതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന മറ്റു ചില വോയിസുകൾ അത് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വോയിസ് പോലെ നമുക്ക് തോന്നുകയാണ്. 1954 ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിൽ സമാനമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതായിരുന്നു ദി മാൻ ഫ്രം ടോറഡ് എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു കഥ. ഇത്തരത്തിലുള്ള ഈ ഒരു കഥയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വ്യാജമായ ഒരു വീഡിയോ ഇത്തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.